ബൈബിളിലെ കണ്ണിനെ കുറിച്ച് ഇങ്ങനൊരു വാക്യമുണ്ട് കേട്ടോ. കണ്ണ് ശരീരത്തിന്റെ വിളക്കാകുന്നു. കണ്ണ് നല്ലതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. മത്തായി 6:22 വാക്യത്തിലാണ് പറയുന്നത്. ഇതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? കണ്ണെന്ന് നമ്മൾക്ക് ഇപ്പൊ അറിയാം, നമ്മൾ ലോകത്തിലായിരിക്കുമ്പോൾ എല്ലാവരും എല്ലാ കാഴ്ചകളും കാണാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശരീരം ഇരുണ്ടായി പോകും, അല്ലെ നമ്മൾ നശിച്ചു പോകുന്നതാണ് അർത്ഥം. ശരിയായ രീതിയിൽ അതല്ല കേട്ടോ. ഇവിടെ കണ്ണെന്നത് നമ്മുടെ മനോഭാവത്തെയും ചിന്തകളെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ, നമ്മുടെ ചിന്തകൾ ശുദ്ധമാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിതം മുഴുവൻ നന്മയും സന്തോഷവും നിറഞ്ഞതായിരിക്കും, അതായത് പ്രകാശം നിറഞ്ഞതായിരിക്കും എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. നമുക്ക് ഉദാഹരണമായിട്ട് ദാവീദിനെ നോക്കാം. ദാവീദിനെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്നാണ് വചനം തന്നെ പറയുന്നത്. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദിന് തന്റെ ഒരു നോട്ടം കൊണ്ടുണ്ടായ അതിനെ തുടർന്നുണ്ടായ ചിന്തകളിൽ നിന്നാണ് ഒരു പാപത്തിലേക്ക് കടന്നുപോയിടയായത്. ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു, എന്നാൽ തന്റെ മനസ്സിൽ ആ ഒരു ചിന്തയെ, ആ ഒരു കാഴ്ചയെ താലോലിച്ച് ആ ചിന്തകളെ വളർത്തി അതുമൂലം ഒരു പദ്ധതിയിട്ട് കൊലപാതകത്തിലേക്ക് ചെന്നെത്തുവാനിടയായി. എന്നാൽ അതേസമയം തന്നെ യോസഫ് ഒരു പ്രലോഭനങ്ങളുടെ നടുവിലാണ് ജീവിച്ചത്. പൊത്തിഫറിന്റെ വീട്ടില് ഭാര്യയുടെ പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നിട്ടും അതിൽ പെട്ടുപോകാതെ വേണം തന്റെ ഹൃദയശുദ്ധിയും ചിന്താഗതിയും ദൈവഭയവും ഉണ്ടായിരുന്നത് കൊണ്ട് അവയിൽ വീണു പോകാതെ വേണം, പാപത്തിൽ വീണു പോകാതെ നിൽക്കുവാനിടയായി. അപ്പോൾ എല്ലാ സമയവും ചിന്തിക്കുക, നമ്മൾ കാണുന്ന കാഴ്ചകളല്ല നമ്മളെ മോശമാക്കുന്നത്. അതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന മനോഭാവങ്ങളാണ്, ചിന്തകളാണ് പലപ്പോഴും മോശം സിറ്റുവേഷനിലേക്ക്, അല്ലെ പാപത്തിലേക്കായാലും ദോഷകരമായതിലേക്കായാലും നമ്മളെ കൊണ്ടെത്തിക്കുന്നത്.